പ്രൈസ് ദി ലോർഡ്. വേഗം വരുന്നവനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു. 40-ാം സങ്കീർത്തനം 1-ാം വാക്യം. ഞാൻ യഹോവയ്ക്കായി കാത്തിരുന്നു, അവൻ എങ്കിലേക്ക് ചാഞ്ഞ് എൻ്റെ നിലവിളി കേട്ടു. ഹല്ലേലൂയ. യഹോവയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന വ്യക്തി, ദൈവത്തിന് വേണ്ടി കാത്തിരിക്കുന്ന വ്യക്തിക്ക് കിട്ടുന്ന 4 അനുഗ്രഹങ്ങൾ ഇന്ന് പകൽക്കാലം നാം ചിന്തിക്കുക. ഹല്ലേലൂയ. ഇതാ പറയുന്നു, യഹോവയെ ഞാൻ നിനക്ക് വേണ്ടി കാത്തിരിക്കുമ്പോൾ ഒന്നാമത്തെ കാര്യം, അവൻ എങ്കലേക്ക് ചാഞ്ഞ് എൻ്റെ നിലവിളി കേട്ടു. കർത്താവിന് വേണ്ടി കാത്തിരിക്കുന്ന ദൈവവൈതലേ, നിൻ്റെ നിലവിളി കേൾക്കുന്നവൻ അത്രേ നമ്മുടെ ദൈവം. നീ കർത്താവിന് വേണ്ടിയാണോ കാത്തിരിക്കുന്നത്? നിൻ്റെ നിലവിളിക്ക് മറുപടിയുണ്ട്. എനിക്ക് ആര് ഉത്തരം തരും? എൻ്റെ പ്രാർത്ഥനയ്ക്ക് എവിടെ നിന്നും മറുപടി കിട്ടും എന്ന് ഇന്ന് പകൽക്കാലം നീ ചിന്തിക്കുന്നെങ്കിൽ, പരിശുദ്ധാത്മാവ് പറയുന്നു, അവൻ നിൻ്റെ നിലവിളി കേട്ട് ഉത്തരമരുളും. കർത്താവിൻ്റെ സന്നിധിയിൽ നിങ്ങൾ വാ തുറന്ന് അപേക്ഷിക്കുമ്പോൾ അവൻ ഒരു നാളും തൻ്റെ കാതുകൾ അടച്ചു കളയത്തില്ല. തൻ്റെ ജനത്തിൻ്റെ നിലവിളിക്ക് എല്ലാ കാലത്തും ഉത്തരമരുളുന്ന ദൈവമത്രേ. അവൻ എങ്കലേക്ക് ചാഞ്ഞ് എൻ്റെ നിലവിളി കേട്ടു. ഈ പ്രഭാതത്തിലും നിലവിളിക്കുന്ന ദൈവ പൈതലേ, നീ കർത്താവിങ്കിലേക്കാണോ നോക്കുന്നത്? നീ കർത്താവിനെയാണോ കാത്തിരിക്കുന്നത്? നീ ഒരു നാളും ലജ്ജിച്ചു പോകത്തില്ല. 25-ാം സങ്കീർത്തനത്തിൽ സങ്കീർത്തനക്കാരൻ പറയുന്നു, അവനെ കാത്തിരിക്കുന്ന ഒരുത്തരും ലജ്ജിച്ചു പോകത്തില്ല. ഇന്ന് പകൽക്കാലവും യഹോവയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന ദൈവ പൈതലേ, നിൻ്റെ കണ്ണുനീരിന് മറുപടിയുണ്ട്, നിൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയുണ്ട്. നിങ്കലേക്ക് ചാഞ്ഞു വന്ന് നിൻ്റെ നിലവിളി കേൾക്കും. നാളുകളായി ദൈവസന്നിധിയിൽ ധൂപമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന സക്കറിയ പുരോഹിതൻ്റെ ചരിത്രം നമുക്ക് നന്നായിട്ടറിയാം. അവർ ഒരു തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കുടുംബമായിരുന്നു. അവർ നാളുകളായി പ്രാർത്ഥിച്ചിട്ടും പ്രാർത്ഥനയ്ക്ക് മറുപടി വന്നില്ല. എന്നിട്ടും വേദപുസ്തകം പറയുന്നു, സക്കറിയാവ് പതിവുപോലെ ദൈവസന്നിധിയിൽ ധൂപമർപ്പിക്കാൻ, തൻ്റെ ക്രമപ്രകാരം ആരാധിപ്പാൻ കടന്നു നിന്നു. ആ ആരാധനയുടെ മധ്യേ ദൈവം ഇടപെട്ടു. ഗബ്രിയേൽ അവിടെ പ്രത്യക്ഷപ്പെട്ട് സ്നാപക യോഹന്നാനെ കുറിച്ചുള്ള ദൂത് കൈമാറി. ഇന്ന് പകൽക്കാലവും ഈ ചരിത്രം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്, കർത്താവിന് വേണ്ടി കാത്തിരിക്കുന്ന ദൈവ പൈതലേ, നിൻ്റെ നിലവിളിക്ക് മറുപടിയുണ്ട്, നിൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയുണ്ട്. നിങ്കലേക്ക് ചാഞ്ഞു വന്നിട്ട് നിൻ്റെ നിലവിളി കേൾക്കുന്നവൻ അത്രേ നമ്മുടെ കർത്താവ്. 2, അവൻ നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും അവനെ കയറ്റി, ഹല്ലേലൂയ, ഒരു പാറമേൽ നിർത്തി എൻ്റെ ഗമനത്തെ സ്ഥിരമാക്കി. 2-ാമത്തെ കാര്യം പറയുന്നു, അവൻ നമ്മെ കുഴഞ്ഞ ചേറ്റിൽ നിന്ന് കയറ്റുന്ന ദൈവമത്രേ. അവൻ നമ്മെ ഉയർത്തുന്ന ദൈവമത്രേ. ഹല്ലേലൂയ. കയറ്റി എന്ന് പറയുമ്പോൾ താണസ്ഥലത്ത് കടന്നവനാ, ചേറിൽ കടന്നവനാ, ഇനി പൊങ്ങി വരാൻ ഒരു സാധ്യതയുമില്ല. അവനെ ദൈവം കയറ്റും. അർത്ഥം, ദൈവം അവനെ ഉയർത്തും. അവന് ഹല്ലേലൂയ ഉന്നതമായ സ്ഥലത്തിലേക്ക് ദൈവം കൊണ്ടുപോകും. ഹല്ലേലൂയ. കുഴഞ്ഞ ചേറ്റിൽ നിന്നും ഹല്ലേലൂയ അവനെ കയറ്റുന്ന ദൈവമത്രേ. ഇന്ന് പകൽക്കാലവും ദൈവത്തിൻ്റെ പേര് ഉയർത്തുന്ന ദൈവമെന്നത്രേ. അതുകൊണ്ടാണ് അപ്പസ്തോലനായ പത്രോസ് ഇങ്ങനെ പറയുന്നത്, അവൻ നമ്മെ തക്ക സമയത്ത് ഉയർത്തുവാൻ അവൻ്റെ ബലമുള്ള കൈക്ക് കീഴെ താണിരിപ്പീൻ. ഇന്ന് രാവിലെയും ദൈവത്തിൻ്റെ ബലമുള്ള കരത്തിന് കീഴെ നാം താണിരിക്കുമ്പോൾ നമ്മെ അവൻ ഉയർത്തും. നമ്മെ താഴ്ത്തിക്കളയുന്ന, നിരാശയിലേക്ക് തള്ളിവിടുന്ന ഒരു ദൈവമല്ല നമ്മുടെ കർത്താവ്. തക്ക സമയത്ത് നമ്മെ ഉയർത്തുന്ന ദൈവമത്രേ. സങ്കീർത്തനക്കാരൻ തന്നെ പറയുന്നു, അവൻ ദരിദ്രന്മാരെ, എളിയവന്മാരെ പൊടിയിൽ നിന്ന് ഉയർത്തിയിട്ട് പ്രഭുക്കന്മാരോടുകൂടെ, ജനത്തിൻ്റെ പ്രഭുക്കന്മാരോട് കൂടെ തന്നെ ഇരുത്തുന്നു. മൊർദെഖായി വഴിവെക്കിൽ ഇരുന്നവനാ, ഹല്ലേലൂയ, ആ പട്ടണ വാതിക്കൽ ഇരുന്നവനാ, അവൻ കാവൽക്കാരനായി ഇരുന്നവനാ. എന്നാൽ അവിടുന്ന് അവനെ ഉയർത്തിയിട്ട് ഹല്ലേലൂയ ഇസ്രായേലിലെ മഹാനാക്കി മാറ്റി. അഹശ്വേരോശ് രാജാവിൻ്റെ ഹല്ലേലൂയ ആ രാജധാനിയിൽ 2-ാമനാക്കി ഉയർത്തി. ഇന്ന് രാവിലെയും കർത്താവിനെ അന്വേഷിക്കുന്ന, കർത്താവിന് വേണ്ടി കാത്തിരിക്കുന്ന, ക്ഷമയോടെ കാത്തിരിക്കുന്ന ദൈവ പൈതലേ, നിന്നെ ഉയർത്തുന്ന ഒരു ദിവസമുണ്ട്. ആ നമ്മുടെ കർത്താവ് ആ ദിവസത്തിൽ നിന്നെ മാനിക്കും. നിന്ദിച്ചവരുടെ നടുവിൽ മാനിക്കും. അവൻ ഉയർത്തുന്ന ദൈവമാ. എത്ര പേര് കരമുയർത്തിയിട്ട് പറയും, എന്നെ തക്ക സമയത്ത് ഉയർത്തുന്ന ഒരു കർത്താവ് എനിക്കുണ്ട്, ഞാൻ അവന് വേണ്ടി കാത്തിരിക്കും. ഇതാ 3-ാമത്തെ കാര്യം പറയുന്നു, അവൻ നമ്മുടെ ഗമനത്തെ സ്ഥിരമാക്കുന്ന ദൈവം. നമ്മുടെ കാലുകളെ
പാറമേൽ നിർത്തി ഗമനത്തെ സ്ഥിരമാക്കും, ജീവിതത്തിൽ ഒരു സ്ഥിരത തരും. പലപ്പോഴും ജീവിതത്തിൽ എന്ത് ചെയ്യണമെന്നറിയാതെ മനുഷ്യർ ആകുലപ്പെട്ടിരിക്കുമ്പോൾ, ഒന്നിനെക്കുറിച്ച് ഒരു ഉറപ്പില്ലാതെ ഇരിക്കുമ്പോൾ, ഇതാ കർത്താവ് പറയുന്നു, പാറമേൽ നിർത്തി നിന്നെ സ്ഥിരമാക്കും, പാറമേൽ നിർത്തി നിന്നെ സ്ഥിരമാക്കും, നിന്നെ ഉറപ്പിക്കും, നിന്നെ എസ്റ്റാബ്ലിഷ് ചെയ്യും. ഇത് ദൈവത്തിൻ്റെ പ്രത്യേകതയാണ്. പലർക്കും നാളെയെക്കുറിച്ച്, ഭാവിയെക്കുറിച്ച് ഓർത്ത് ഭാരപ്പെടുമ്പോൾ ഒരു ദൈവ പൈതലിന് സ്ഥിരത തരുന്ന ദൈവമുണ്ട്. അവൻ സ്ഥിരപ്പെടുത്തുന്ന ദൈവമാണ്. തക്ക സമയത്ത് നമ്മെ ഉയർത്തി നമ്മെ സ്ഥിരപ്പെടുത്തുവാൻ ദൈവത്തിന് സാധിക്കും. പലരും പലതിനെക്കുറിച്ച് ചാഞ്ചല്യപ്പെട്ട് ഓടി നടക്കുമ്പോൾ ഒരു കർത്താവിൻ്റെ പൈതലിനുള്ള പ്രത്യേകത, കാത്തിരിക്കുന്ന ഒരു ദൈവ പൈതലിനെ അവൻ സ്ഥിരപ്പെടുത്തും. ഇത് അവസാനമായി പറയുന്നു, അവൻ എൻ്റെ വായിൽ ഒരു പുതിയ പാട്ട് തരും, പുതിയ പാട്ട് തരും. ഇതുവരെ കേട്ടിട്ടില്ലാത്തത്, ഇതുവരെ പാടിയിട്ടില്ലാത്തത്, ഇതുവരെ കണ്ടിട്ടില്ലാത്ത പുതിയത് തരാൻ എൻ്റെ കർത്താവ് വിശ്വസ്തനാണ്. അതുകൊണ്ടാണ് യേശയ്യാവ് പറയുന്നത്, നിങ്ങൾക്ക് വേണ്ടി ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു, ഇതുവരെ ഇല്ലാത്തത്. മരുഭൂമിയിൽ നിർജ്ജന പ്രദേശത്ത് പെരുവഴി ഉണ്ടാക്കുന്ന ദൈവം, അല്ലെങ്കിൽ വരണ്ട നിലത്ത് നീരൊഴുക്കുണ്ടാക്കുന്ന ദൈവത്തിന് നിനക്ക് വേണ്ടി പുതിയത് തരാൻ മതിയായ ദൈവമത്രേ. പുതിയത് ഇന്ന് പകൽക്കാലം കാത്തിരുന്നാൽ മാത്രം മതി. ആരും കണ്ടിട്ടില്ലാത്ത, ആരും കേട്ടിട്ടില്ലാത്ത, ആരും ചിന്തിക്കാത്ത പുത്തൻ കാര്യങ്ങളെ ചെയ്യാൻ നമ്മുടെ കർത്താവ് വിശ്വസ്തനത്രേ. ഞാൻ യഹോവയ്ക്ക് വേണ്ടി കാത്തിരുന്നു, അവൻ എങ്കലേക്ക് ചാഞ്ഞ് എൻ്റെ നിലവിളി കേട്ടു, ഹല്ലേലൂയ എന്ന് പറയുന്ന ആ വചനപ്രകാരം ഇന്ന് പകൽക്കാലം നിങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കാത്തിരിക്കുന്ന ദൈവപൈതലേ, നിൻ്റെ നിലവിളിക്ക് മറുപടിയുണ്ട്. നിനക്ക് ഒരു ഉയർച്ചയുണ്ട്. നിന്നെ സ്ഥിരമാക്കുന്ന ദൈവം. 3, 4 ഹല്ലേലൂയ, അവൻ പുതിയത് തരുന്ന ദൈവം. ഈ 4 കാര്യങ്ങൾ ഇന്ന് പകൽക്കാലം പറഞ്ഞ് ഞാൻ നിങ്ങളെ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. നമ്മുടെ കർത്താവ് വിശ്വസ്തൻ, വാക്കുമാറാത്തവൻ. നമ്മെ എല്ലായിടത്തും എല്ലായ്പ്പോഴും ക്രിസ്തുയേശുവിൽ അവൻ ജയോത്സവമാക്കി നടത്തും. ഗോഡ് ബ്ലസ് യു. ആമീൻ, ആമീൻ.